ഹായ് സ്റ്റുഡൻസ്, MBA ഫസ്റ്റ് സെമസ്റ്റർ മാനേജീരിയൽ എക്കണോമിക്സിലെ 5th മൊഡ്യൂളിലെ 2nd പാർട്ടാണ്. അപ്പോൾ എന്താണ് ബിസിനസ് സൈക്കിൾ? അതായത് നമ്മളൊരു എക്കണോമിയിൽ എന്തൊക്കെ ചേഞ്ചുകൾ ഉണ്ടാക്കും? എംപ്ലോയ്മെൻറ്റിൻ്റെ കേസിൽ ചേഞ്ച് ഉണ്ടാക്കുന്നു, അതുപോലെ തന്നെ ഔട്ട്പുട്ടിൻ്റെ കേസിൽ ചേഞ്ച് ഉണ്ടാകുന്നു, അതുപോലെ തന്നെ ഇൻകത്തിൻ്റെ കേസിലും ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്, അങ്ങനെ പ്രൈസിൻ്റെ കേസിലും, അങ്ങനെ പല പല ഫാക്ടേഴ്സിൽ നമ്മുടെ എക്കണോമീസിൽ ചേഞ്ച് വരുന്നു അല്ലേ. അപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ പല കേസുകളിലും ചേഞ്ചുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിനെ തന്നെയാണ് എന്ത് ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഓരോ പീരിയഡ് ഓഫ് ടൈമിൽ ഓരോന്നിൻ്റെ പ്രൊഡക്റ്റിൻ്റെ മേലിലുള്ള ഓരോ കാര്യങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ എക്കണോമീസിൽ പല പല കാര്യങ്ങളിലും ഓരോരോ ചേഞ്ച് വരുന്നു. അതിനെയാണ് എന്ത് ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ പറയാം. കെന്യൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തി പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്. അതായത് ഒരു എക്കണോമീസിൽ 2 കോമ്പോസിഷൻ ഉണ്ടാകുന്നു. ഈ 2 കോമ്പോസിഷൻ എന്ന് പറയുമ്പോൾ ഒന്ന് ഗുഡ് ട്രേഡും മറ്റേത് ബാഡ് ട്രേഡും ആണ്. ഈ ഗുഡ് ട്രേഡ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് എംപ്ലോയ്മെൻറ്റ് ഡിക്രീസ് ചെയ്യും. അതായത് തൊഴിലില്ലായ്മ എന്ത് ചെയ്യുന്നു? കുറയുന്നു. അവിടെ നമുക്ക് അൺഎംപ്ലോയ്മെൻറ്റ് ഡിക്രീസ് ചെയ്യാണ് ചെയ്യണത്. അതുപോലെ തന്നെ പ്രൈസ് കൂടും. ഓരോ പ്രൊഡക്റ്റിൻ്റെ മേലുള്ള പ്രൈസ് കൂടും. ഇതന്നെയല്ലേ ഉപകാരപ്പെടുന്നത്. അതായത് അവിടെയുള്ള ഓരോ മാർക്കറ്റിലുള്ള ഓരോ സെല്ലേഴ്സിനും അവരുടെ പ്രൊഡക്റ്റിൻ്റെ മേൽ പ്രൈസ് കൂടുന്നു. അപ്പോൾ അത് അവരുടെ വിജയമാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഗുഡ് ട്രേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബാഡ് ട്രേഡ് എന്ന് പറയുമ്പോൾ ഫാളിങ് പ്രൈസ്. അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ മേലുള്ള പ്രൈസ് വളരെ ചെറുതായിട്ട് കുറയുന്നു, ഫാൾ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ്? അവിടെ ആ സെല്ലറിൻ്റെ ആ ഒരു മാർക്കറ്റിൻ്റെ കഴിവില്ലായ്മയാണ്. കാരണം ഓരോ പ്രൊഡക്റ്റിൻ്റെ മേലും പ്രൈസ് കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെയാണ് എന്ത് ഫാളിങ് പ്രൈസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻക്രീസ്. അതായത് തൊഴിലില്ലായ്മകൾ എന്ത് ചെയ്യുന്നു? കൂടുന്നു. ഓക്കെ, നമ്മുടെ സൊസൈറ്റിയിൽ തൊഴിലില്ലായ്മ അതായത് ഇല്ലാത്തൊരവസരങ്ങൾ കൂടുന്നു. അപ്പോൾ ഇതാണ് കെന്യൻ പറഞ്ഞ 2 സിറ്റുവേഷൻസ്, ഒരു ഗുഡ് ട്രേഡും ഒരു ബാഡ് ട്രേഡും. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അങ്ങനെ ഇതിനാണ് ഇതൊരു ബിസിനസ് സൈക്കിൾ. അതായത് ഒരു പീരീഡ് ഓഫ് ടൈമിൽ ഗുഡ് ട്രേഡും ഉണ്ടാകും, അതുപോലെ തന്നെ ബാഡ് ട്രേഡും ഉണ്ടാകും. അപ്പോൾ ഇതിനാണ് ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബിസിനസ് സൈക്കിളിൻ്റെ ഘട്ടങ്ങൾ എന്ന് പറയുമ്പോൾ ഡിപ്രഷൻ സ്റ്റേജ് ഉണ്ട്, പീക്ക് ലെവൽ സ്റ്റേജ് ഉണ്ട്. ഈ ഡിപ്രഷൻ സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ എക്കണോമിയിൽ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ പ്രൊഡക്റ്റിൻ്റെ മേലുള്ള പ്രൈസുകൾ കുറയുന്നു, അൺഎംപ്ലോയ്മെൻറ്റ് നല്ലോണം കൂടുന്നു. ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഇൻകം നല്ല രീതിക്ക് കുറയുന്നു. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? നമ്മുടെ ബിസിനസ് നമ്മുടെ മാർക്കറ്റ്, നമ്മുടെ എക്കണോമി താഴ്ന്നു പോവാണ്. ഓക്കെ, അങ്ങനത്തെ സ്റ്റേജാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. പിന്നെ അത് മെല്ലെ എന്ത് ചെയ്യുന്നു? ഇൻകം കൂടുന്നു, അൺഎംപ്ലോയ്മെൻറ്റ് ഡിക്രീസ് ആയി വരുന്നു, പിന്നെ പ്രൈസ് കൂടുന്നു. അങ്ങനെ മെല്ലെ വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ഒരു പീക്ക് ലെവലിലെത്തും. ഇങ്ങനെ വരുന്ന ഓരോ ചേഞ്ച് സ്റ്റേജസിനാണ് ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ നമുക്ക് ആ ഡയഗ്രാം രൂപേണ പറയാനുണ്ട്. അതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് പറയാം. ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയാനുണ്ടെങ്കിൽ സിങ്ക്രോണിക് ടു നാച്ചർ, അതായത് ഒരു സെക്ടറിൽ നിന്നും മറ്റൊരു സെക്ടറിലോട്ട് ഇത് കണ്ടിന്യൂ ചെയ്തു പോകുന്നു. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മളെ അൺഎംപ്ലോയ്മെൻ്റ് ആണെങ്കിലും അല്ലെങ്കിൽ പ്രൈസ് കൂടുതൽ കുറയലാണെങ്കിലും ഒരു സെക്ടറിൽ നിന്ന് മറ്റൊരു സെക്ടറിലോട്ട് ഇത് ബാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് പ്രോസ്പെരിറ്റി ആൻഡ് ഡിപ്രഷൻ. അതായത് ഒരു സ്റ്റേജിൽ പ്രോസ്പെരിറ്റി ആണെന്നുണ്ടെങ്കിൽ അത് മറ്റൊരു സ്റ്റേജിൽ എന്താവുന്നു? ഡിപ്രഷൻ, വീണ്ടും പ്രോസ്പെരിറ്റി, വീണ്ടും ഡിപ്രഷൻ. അങ്ങനെ ഒരു വേവ് ആയിക്കൊണ്ടാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നത്. ദെൻ റിതമിക് ആൻഡ് റിക്കവറൻറ്റ്, അതായത് സെൽഫായിട്ടാണ് ഈ ഒരു വേവ് പോകുന്നത്. ഇപ്പോൾ പ്രോസ്പെരിറ്റി ആണെന്നുണ്ടെങ്കിൽ അത് സ്വയം എന്ത് ചെയ്യുന്നു? ഡിപ്രഷനിലോട്ട് പോകുന്നു, വീണ്ടും പ്രോസ്പെരിറ്റി, വീണ്ടും ഡിപ്രഷൻ, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ അങ്ങനെ ഒരു പീരീഡ് ഓഫ് ടൈം ഒന്നുമില്ല. അങ്ങനെ എന്ത് ചെയ്യുന്നു? ഒരു ഫിക്സ്ഡ് പീരീഡോ അങ്ങനെയൊന്നുമില്ല. മേ ബി അത് 4 ഇയർ മേ ബി ഡിപ്രഷൻ എന്നുള്ള സ്റ്റേജിലിരിക്കാം, അല്ലെങ്കിൽ 2 ഇയർ പ്രോസ്പെരിറ്റി എന്നുള്ള സ്റ്റേജിലിരിക്കാം. അങ്ങനെ ഡിഫറൻ്റ് ആയിട്ട് അവിടെ ആ ഒരു വേവ് ലെങ്ത് സെൽഫ് ആയിക്കൊണ്ട് ഉണ്ടായി പോകുന്നു. ദെൻ നെക്സ്റ്റ് ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഇൻ ക്യാരക്ടേഴ്സ്. അതായത് ഇവിടെ എക്കണോമിയിൽ ഉണ്ടാകുന്ന ചേഞ്ചുകൾ ഇപ്പോൾ ലൈക്ക് ഔട്ട്പുട്ടിൻ്റെ കേസിലേക്കോട്ടെ, ഇൻകത്തിൻ്റെ കേസിലേക്കോട്ടെ, പ്രൈസിൻ്റെ കേസിലേക്കോട്ടെ, അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ കേസിലേക്കോട്ടെ, ഏത് കേസിലാണെന്നുണ്ടെങ്കിലും അത് എല്ലാം നമ്മുടെ ഇൻ്റർനാഷണലി, അതായത് ഒരു ഭാഗത്തുണ്ടായി കഴിഞ്ഞാൽ അത് മറ്റൊരു ഭാഗത്തോട്ട് എന്ത് ചെയ്യുന്നു? ലൈക്ക് കണ്ടിന്യൂ ചെയ്തു പോകും. അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഒരു ഫിഗറും കൂടിയാണ് ഈ ഒരു ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു ഡയഗ്രാം ഒന്ന് ഡിഫൈൻ ചെയ്യാം. അതായത് ഡയഗ്രാമത്തിൽ 4 സ്റ്റേജാണ് വരുന്നത്. ബൂം, ഈ ബൂം എന്ന് പറയുന്ന മറ്റൊരു പേരാണ് പീക്ക് അല്ലെങ്കിൽ പ്രോസ്പെരിറ്റി. ദെൻ റെസഷൻ, പിന്നെ ഡിപ്രഷൻ,
വീണ്ടും എന്ത് ചെയ്യുന്നു, പിന്നെ റിക്കവറി. ഈ 4 സ്റ്റേജാണ് ഈ ഒരു ട്രേഡ് സൈക്കിളിൽ വരുന്നത്. അപ്പോൾ ബൂം എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു, ഇൻകം കൂടുന്നു, പ്രൈസ് കൂടുന്നു, അപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ മേലുള്ള ഡിമാൻഡ് കൂടുന്നു, എംപ്ലോയ്മെൻറ്റ് കൂടുന്നു, അങ്ങനെ എല്ലാം കൂടി നിൽക്കുക, എല്ലാത്തിനും നല്ല ഹൈ റേറ്റിൽ നിൽക്കുന്ന സമയത്ത് അതാണ് ബൂം. ഏറ്റവും പീക്ക് ലെവൽ, എല്ലാത്തിനും നല്ല എമൗണ്ട് ഉണ്ട്, എംപ്ലോയ്മെൻറ്റ് കൂടുന്നുണ്ട്, ഔട്ട്പുട്ട് കൂടുന്നുണ്ട്, ഇൻകം കൂടുന്നുണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിലോട്ട് കൂടി നിൽക്കുന്ന സമയത്ത് അതിനെയാണ് എന്ത്, ബൂം അല്ലെങ്കിൽ പീക്ക് അല്ലെങ്കിൽ പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ ഇവിടെ നല്ല ഹൈ ലെവലിൽ എമൗണ്ട് ഒക്കെ കൂടി നിൽക്കുകയാണ്. അത് പതിയെ കുറഞ്ഞു വരികയാണ്. അങ്ങനെ പതിയെ കുറഞ്ഞു വരുമ്പോഴാണ് നമ്മൾ റെസിഷൻ എന്ന് പറയാം. ഓക്കെ, നമ്മളൊരു പ്രൊഡക്റ്റിൻ്റെ മേലെ ഡിമാൻഡുകളൊക്കെ നല്ല ഹൈ ലെവലിൽ പീക്ക് ലെവലിൽ നിൽക്കുകയാണ്. അത് മെല്ലെ കുറയുമ്പോഴാണ് ആ ഒരു സ്റ്റേജിനാണ് എന്താ റെസിഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഈ കുറഞ്ഞു വന്നത് വീണ്ടും നല്ല കുറഞ്ഞു വരികയാണ്. അതിൻ്റെ ഇൻകം കുറയുന്നു, പ്ലേസ് കുറയുന്നു, എംപ്ലോയ്മെൻറ്റ് കുറയുന്നു, അൺഎംപ്ലോയ്മെൻ്റ് ആകുന്നു, അങ്ങനെ എല്ലാം കുറഞ്ഞ് ഒന്നുമില്ലാത്തൊരവസ്ഥ. ഓക്കെ, ഡിമാൻഡും ഇല്ല, പ്രൈസും ഇല്ല, ഇൻപുട്ടും ഇല്ല, ലൈക്ക് ഔട്ട്പുട്ടോ ഒന്നുമില്ലാത്തൊരു അവസ്ഥ. അതിനെയാണ് എന്താ ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഒരു ലാഭം, ഒരു ഇതുമില്ല, ഔട്ട്പുട്ട് ഇല്ല, ഇൻകം ഇല്ല, പ്രൈസ് ഇല്ല, അൺഎംപ്ലോയ്മെൻ്റ് ആണ്, ഒന്നുമില്ലാത്തൊരു അവസ്ഥേനാണ് എന്ത് ഡിപ്രഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഒരു ഡിപ്രഷന് മെല്ലെ ഡിമാൻഡ് കൂടി വരുന്നു, പ്രൈസ് കൂടുന്നു, ഇൻകം കൂടുന്നു, എംപ്ലോയ്മെൻറ്റ് കൂടുന്നു. അങ്ങനെ മെല്ലെ കൂടുന്നതിനാണ് എന്താ റിക്കവറി എന്ന് പറയുന്നത്. അങ്ങനെ മെല്ലെ കൂടിയിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു, ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മേൽ പ്രൈസ് കൂടുന്നു, ഡിമാൻഡ് കൂടുന്നു, ഇൻകം കൂടുന്നു, എംപ്ലോയ്മെൻറ്റ് കൂടുന്നു, അങ്ങനെ വീണ്ടും ഹൈ ലെവൽ പീക്കിലോട്ട് കൂടി വരികയാണ്. അങ്ങനെ നമ്മൾ ആദ്യം പറഞ്ഞ സിറ്റുവേഷനിലോട്ട് ഇനി വീണ്ടും എത്തി. പിന്നെ എന്ത് ചെയ്യുന്നു, പിന്നെയും വീണ്ടും കുറയുന്നു, ഡിപ്രഷനിലോട്ട് പോകുന്നു, വീണ്ടും ബൂമായിട്ട് പീക്ക് ലെവലിൽ കൂടുന്നു. അങ്ങനെ ഇതെന്തൊരു വേവ് ആയിട്ട് കണ്ടിന്യൂ ചെയ്തു പോകുന്ന ആ ഒരു സ്റ്റേജ്, ഒരു പ്രോസസ്സാണ് എന്ത്, ട്രേഡ് സൈക്കിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് എക്കണോമിക് ഗ്രോത്ത് ഡെവലപ്മെൻറ്റ് മോഡൽസ്. അതായത് എക്കണോമിക്കൽ ഗ്രോത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ട് കുറേ മോഡൽസുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് മോഡലാണ് ഹാരോഡ് ആൻഡ് ഡോമർ മോഡൽ. അതായത് ഈ ഹാരോഡ് ആൻഡ് ഡോമർ മോഡൽ എന്ന് പറയുമ്പോൾ 2 വ്യക്തികളുടെ മോഡലാണ്. ഓക്കെ, പക്ഷേ ഈ 2 വ്യക്തികളുടെ മോഡലും എന്തുകൊണ്ട് ഒരൊറ്റ തിയറി ആയിട്ട് വരണം എന്ന് ചോദിക്കുമ്പോൾ ഇത് കന്യൻ ബേസ്ഡ് ആയിട്ടുള്ളൊരു മോഡലാണ്. അതായത് ഇവർ 2 പറയുന്ന കാര്യം ഏകദേശം ഒരേപോലെ തന്നെയാണ്. ആകെ ഒരു ഇക്വേഷനിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. ബാക്കിയത് വെച്ച് നോക്കുമ്പോൾ എല്ലാം ഈക്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇത് ഒറ്റ തിയറി ആയിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹാരോഡ് ഡോമൽ മോഡൽ എന്താണെന്ന് പറയാം. ഇവിടെ റോയ് എഫ് ഹാരോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രിട്ടീഷ് എക്കണോമിസ്റ്റും ഉണ്ട്, അതുപോലെ തന്നെ FC ഡോമർ എന്ന് പറഞ്ഞിട്ടുള്ള അമേരിക്കൻ റഷ്യൻ എക്കണോമിക്സും ഉണ്ട്. ഇവർ 2 പേരാണ് ഒരു എക്കണോമിക് ഗ്രോത്ത് ഡെവലപ്പ് ചെയ്യാനുള്ള മോഡൽസ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു മോഡൽ കൊണ്ടുവരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, അതായത് ഈ സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്ന സമയത്ത് പല രാജ്യങ്ങളുടെയും എക്കണോമിക് ഗ്രോത്ത് നല്ല രീതിയിൽ താഴ്ന്നു പോയി. ഓക്കെ, ഈ താഴ്ന്നു പോയ സിറ്റുവേഷനിൽ ഇവരെന്ത് ചെയ്തു, ഇതെങ്ങനെ ഇങ്ങനെ ഉയർത്തി എടുക്കുക, അതായത് എക്കണോമിക് ഗ്രോത്ത് ഒന്ന് എങ്ങനെ ഡെവലപ്പാക്കി എടുക്കും എന്നുള്ള കുറേ ക്വസ്റ്റ്യൻസുകൾ, കുറേ കാര്യങ്ങൾ ചോദിച്ചു വന്നപ്പോഴാണ് ഈ 2 എക്കണോമിസ്റ്റുകൾ എന്ത് ചെയ്തത്, ഓരോ മോഡൽസ് കൊണ്ടുവന്നത്, ഒരു എക്കണോമിക് ഗ്രോത്ത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോ മോഡൽസ് കൊണ്ടുവന്നത്. ഈ റോയ് എഫ് ഹാരോഡ് എന്ന് പറഞ്ഞിട്ടുള്ള എക്കണോമിക്സ്റ്റ് അദ്ദേഹം എന്ത് ചെയ്തു, സെക്കൻഡ് വേൾഡ് വാറിൻ്റെ അറ്റ് ദ എൻഡ് ടൈമിൽ, അതായത് 1939 അദ്ദേഹം എന്ത് ചെയ്തു, ഒരു മോഡൽ ഡെവലപ്പ് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ റഷ്യൻ എക്കണോമിസ്റ്റ് അതായത് ഡോമർ എന്ത് ചെയ്തു, 1946 അദ്ദേഹം എന്ത് ചെയ്തു, ഒരു മോഡൽ ഡെവലപ്പ് ചെയ്തു. അപ്പോൾ ഇവർ 2 പേരും ഡെവലപ്പ് ചെയ്തിട്ടുള്ള മോഡൽ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരേപോലെയാണ്. കാരണം ഡീറ്റെയിൽസ് 2 പേരും പറയുന്ന കാര്യങ്ങൾ ഏകദേശം ഈക്വൽ ആയിട്ടുള്ള കാര്യമാണ്, സിമിലർ ആയിട്ടുള്ള കാര്യമാണ്. ആകെ ഒരു ഇക്വേഷനിൽ മാത്രമേ കുറച്ച് ഡിഫിക്കൽറ്റി വരുന്നുള്ളൂ. പക്ഷെ ഇതിൽ പറയണത് ഇവിടെ കുറച്ചുകൂടി സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു എക്കണോമിക് ഗ്രോത്ത് മോഡൽ എന്ന് പറയുന്നത് ഈ ഹാരോഡിൻ്റെയാണ് എന്ന് പറയുന്നു. കാരണം ഇക്വേഷൻ്റെ ബേസിൽ കുറച്ച് ഡിഫിക്കൽറ്റീസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 2 മോഡൽസും ഒരുപോലെ വരാൻ കാരണം, അതായത് ഒരൊറ്റ തിയറിയിൽ വരാൻ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു, കെന്യന്റെ ഗ്രോത്ത് മോഡൽ അടിസ്ഥാനമാക്കിയിട്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു മോഡൽസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഇവിടെ പറയുന്നത് ഇത് യൂസേഴ്സ് ദ ഡെവലപ്മെന്റ് ഓഫ് എക്കണോമിക്സ്, അതായത് ഇവിടെ യൂസ് ചെയ്യുന്നത് ഒരു എക്കണോമി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തിന്? ടു എക്സ്പ്ലെയിൻ ദ എക്കണോമിക് ഗ്രോത്ത് റേറ്റ്, അതായത് നമ്മുടെ ഗ്രോത്ത്, എക്കണോമിക്കിന്റെ ഗ്രോത്ത് റേറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അറ്റ് ദ ലെവൽ ഓഫ് സേവിങ്സ് ആൻഡ് അറ്റ് ദ ലെവൽ ഓഫ് ക്യാപിറ്റൽസ്. ഇതിന്റെ മേലിലാണ് നമ്മൾ എക്കണോമിക് ഗ്രോത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്.
ഇവിടെ എന്താ പറയണമെന്ന് വെച്ചാൽ ഒരു ലെവൽ ഓഫ് ക്യാപിറ്റലിൻ്റെയും ഒരു ലെവൽ ഓഫ് സേവിങ്സിൻ്റെയും അടിസ്ഥാനത്തിൽ നമ്മുടെ ഈ ഒരു എക്കണോമിക് ഗ്രോത്തിൽ ഉണ്ടാകുന്ന റേറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാണ് എവിടെ ഈ ഒരു ഡെവലപ്മെൻറ്റ് എക്കണോമിക്സിൽ. അതിനാണ് ഈ ഒരു മോഡൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്ന വേറൊരു കാര്യം എന്ന് പറയുമ്പം ഇവിടെ നമുക്കൊരിക്കലും ക്യാപിറ്റൽ ഡിപ്രീസിയേഷൻ അവർ വരുത്തുന്നില്ല. ഇവിടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്. ഒരിക്കലും ഒരു സാധാരണയായിട്ട് ക്യാപിറ്റലിൽ നമുക്ക് ഡിപ്രീസിയേഷൻ തേയ്മാനം വരുന്നതാണ്. പക്ഷേ ഈ ഒരു മോഡലിൽ പറയണത് ഒരിക്കലും ഈ ഒരു ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്, അവിടെ ഡിപ്രീസിയേഷൻ ഒന്നും വരുന്നില്ല. അതാണ് വേറൊരു പോയിന്റ് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ എന്താണ്, ഒരു നാച്ചുറൽ ആയിട്ട് നമ്മുടെ എക്കണോമിക്സിന് ഗ്രോത്ത് വരണം എന്നുണ്ടെങ്കിൽ അതിന് ഒരു നാച്ചുറൽ ഫോഴ്സസ് ഒന്നുമല്ല, അതായത് നാച്ചുറലിൽ സ്വന്തമായിട്ട് അത് അങ്ങനെ ഗ്രോത്ത് ഉണ്ടായി വരില്ല. മറിച്ച് ജനങ്ങൾ തന്നെ അതിന് പരിശ്രമിക്കണം. കാരണം അവിടെ ഗ്രോത്ത് ക്യാപിറ്റലും സേവിങ്സും ഒക്കെ ജനങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇവിടെ ഒരു എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുന്നത്. അല്ലാതെ നമ്മൾ ജനങ്ങൾ പരിശ്രമിക്കാതെ ഒരു നാച്ചുറൽ ഫോഴ്സ് നാച്ചുറലി എന്താവൂല അവിടെ ഗ്രോത്ത് ഉണ്ടാവൂല. അതിന് ജനങ്ങൾ തന്നെ ക്യാപിറ്റൽസും സേവിങ്സും ഒക്കെ ഉണ്ടാക്കി വരുമ്പോഴാണ് ഇവിടെ ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് വരുന്നത്. കുറച്ച് അസംഷൻസ് ആണ്. ഇവിടെ ഫുൾ എംപ്ലോയ്മെന്റ് ഇക്വിലിബ്രിയം ആണ്. അതായത് നമ്മുടെ എല്ലാവർക്കും എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഫുൾ എംപ്ലോയ്മെന്റ്, അതായത് അൺഎംപ്ലോയ്മെന്റ് ഡിഗ്രീസ് ആക്കണം. ഓക്കെ, എല്ലാവർക്കും എംപ്ലോയ്മെന്റ് കൊടുക്കുന്നു. നോ ഗവൺമെന്റ് ഇന്റൻഷൻ, അതായത് ലൈഫ് ഈസ് ഫെയർ ആണ്. അതായത് ഇവിടെ ഗവൺമെന്റ് ഒരിക്കലും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടണില്ല. കാരണം ഗ്രോത്ത് ഡെവലപ്പ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ഇവിടെ ലൈഫ് ഈസ് ഫെയർ ആണ്. ഫ്രീ ആയിട്ടാണ് ഗവൺമെന്റ് ഇന്റൻഷൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ക്ലോസ്ഡ് എക്കണോമി അറിയുമ്പോൾ ഇവിടെ ട്രേഡ്, അതായത് ഇന്റർനാഷണൽ ട്രേഡ് അങ്ങനെ ട്രേഡുകളൊന്നുമില്ല. ദെൻ APS ഈക്വൽ ടു NPS, അതായത് ആവറേജ് പ്രോസ്പെറിറ്റി സേവിങ്സ് ഈക്വൽ ടു മാർജിനൽ പ്രോസ്പെറിറ്റി സേവിങ്സ്. ഈ പോയിന്റ് നിങ്ങൾ അതേപോലെ പഠിച്ചാൽ മതി. കാരണം ഈ ഒരു APSഉം NPSഉം നമ്മൾ വലിയൊരു ഡീറ്റെയിൽഡ് ആയി കണ്ടിട്ടുണ്ട്. പക്ഷെ അത് നമ്മളതിൽ പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ജസ്റ്റ് ഇവിടെ ഈ ഒരു പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ദെൻ നെക്സ്റ്റ് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷൻ, അതായത് അത് കോൺസ്റ്റന്റ് ആയിരിക്കും. ദെൻ സേവിങ് ഇൻവെസ്റ്റ്മെന്റ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അഡ്ജസ്റ്റ്മെന്റ് ദംസെൽഫ്. നമ്മൾ പറയാം ഇവിടെ ഗവൺമെന്റ് ഒന്നിനും ജനങ്ങളുടെ കാര്യത്തിൽ ഇതിന്റെ ഈ ഒരു ഗ്രോത്തിന്റെ കേസിൽ ജനങ്ങളുടെ കാര്യത്തിൽ ഇന്റൻഷൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സേവിങ്സ്, ഇൻവെസ്റ്റ്മെന്റ്, ഇൻകം, എക്സ്പെൻഡിച്ചർ ഇതൊക്കെ ഇവർ തന്നെയാണ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടത്. നമ്മൾ പറഞ്ഞു എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും സേവിങ്സും ഇൻവെസ്റ്റ്മെന്റും ക്യാപിറ്റലൊക്കെ ഉണ്ടാവണം അല്ലേ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ജനങ്ങൾ തന്നെയാണ് അവരുടെ സേവിങ്സ്, ഇൻകം, ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടത് അവർ തന്നെയാണ്. ദെൻ നോ ഡിപ്രീസിയേഷൻ. നമ്മൾ പറഞ്ഞ സാധാരണ ക്യാപിറ്റലിൽ ഡിപ്രീസിയേഷൻ വരും. പക്ഷേ ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ തേയ്മാനം, ഒരു ക്യാപിറ്റലിൽ ഡിപ്രീസിയേഷൻ വരും. പക്ഷേ ഇവിടെ ഈ ഒരു തിയറിയിൽ ഇവർ പറയുന്നത് ഇവിടെ ഡിപ്രീസിയേഷൻ ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അസംഷൻസ്. നമ്മളിപ്പോൾ പറയുന്നത് ഹാരോഡിൻ്റെ മോഡലിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ സൈഡിൽ 2 ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോർഷൻ കഴിഞ്ഞ പ്രാവശ്യം സിലബസിൽ ക്വസ്റ്റ്യൻ ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് എഴുതുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഇൻട്രൊഡക്ഷൻ എഴുതുന്നു, ദെൻ നമ്മൾ അസംഷനിലോട്ട് വരുന്നു, പിന്നെ നമ്മൾ സൈഡിൽ 2 ഇക്വേഷൻ കണ്ടില്ല, y = F(k) എന്ന് പറയുന്നത്. അത് നമ്മൾ ഡിറൈവ് ചെയ്ത് എഴുതണം. അതിൽ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ y = F(k) എന്ന് പറയുന്നത്, അവിടെ y എന്ന് പറയുന്നത് ടോട്ടൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇൻകം, ടോട്ടൽ ഇൻകമാണ് y എന്ന് പറയുന്നത്. F(k) എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ സ്റ്റോക്ക്. അതായത് നമ്മുടെ കയ്യിൽ എത്രത്തോളം ക്യാപിറ്റൽ സ്റ്റോക്ക് ഉണ്ടോ അതിനനുസരിച്ചിട്ടാണ് നമുക്ക് ഇൻകം അവിടെ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്യാപിറ്റൽ സ്റ്റോക്ക് ഉണ്ടാകുമ്പോഴാണ് ഈ ഒരു എക്കണോമിക് ഗ്രോത്ത് ഡെവലപ്പ് ആയിട്ട് വരുന്നത്. ഓക്കെ, അതാണ് ഫസ്റ്റത്തെ ഇക്വേഷനിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഇക്വേഷൻ പറയുമ്പോൾ F(O) = O. ഇവിടെ F(O) എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ, അതായത് നമ്മുടെ ക്യാപിറ്റൽ സ്റ്റോക്ക് 0 ആണ്. നമ്മുടെ കയ്യിൽ ക്യാപിറ്റൽ സ്റ്റോക്ക് ഇല്ലാത്തൊരു സിറ്റുവേഷൻ. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ടും 0, ഔട്ട്പുട്ടും ഉണ്ടാവില്ല. അപ്പോൾ അവിടെ എന്താണ്, എക്കണോമിക് ഗ്രോത്ത് ഇല്ല. കാരണം ഈ ഒരു എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ സ്റ്റോക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകം എന്ന് പറയുന്നത്. ഇവിടെ ക്യാപിറ്റൽ സ്റ്റോക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഔട്ട്പുട്ടും ഇല്ല. അതാണ് ഈ ഒരു ഇക്വേഷൻ കൊണ്ട് ഡിറൈവ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് ഈ ഒരു മോഡലാണ് എഴുതേണ്ടത്. ഈ ഒരു ഡയഗ്രാം എഴുതണം. അതായത് ഹാരോഡ് ഡോമർ മോഡൽ. ഇതിൽ ഫസ്റ്റ് പറയുന്നത് ഇൻക്രീസ്ഡ് സേവിങ്സ്. ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, നമ്മുടെ സേവിങ്ങുകൾ ഇൻക്രീസ് ചെയ്യുന്നു. ഈ സേവിങ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നേരെ എന്താവുന്നു, നമുക്ക് അവിടെ ഇൻവെസ്റ്റ്മെന്റും ഇൻക്രീസ് ചെയ്യും അല്ലേ. നമ്മുടെ കയ്യിൽ ഇൻകം കിട്ടുമ്പോൾ അത് സേവിങ് ലൈക്ക് നമ്മുടെ എക്സ്പെൻഡിച്ചർ കഴിഞ്ഞിട്ട് വീണ്ടും സേവിങ്സിനുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ആ സേവിങ് മണി എന്ത് ചെയ്യുന്നു, സേവിങ് ഇൻക്രീസ് ആവുന്നത് കാരണം നമ്മളത് ഇൻവെസ്റ്റ്മെന്റിൽ ഇടുന്നു. അപ്പോൾ അവിടെ ഇൻവെസ്റ്റ്മെന്റ് ഇൻക്രീസ് ആവും. ഇൻവെസ്റ്റ്മെന്റിൽ ഇടുമ്പോൾ എന്ത് ചെയ്യുന്നു, ക്യാപിറ്റൽ സ്റ്റോക്ക് കൂടുന്നു. ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്യുന്നു,
പറയുന്നു ക്യാപിറ്റൽ സ്റ്റോക്ക്, അതായത് ക്യാപിറ്റൽ അക്യുമുലേഷൻ. ഓക്കെ, അവിടെ ക്യാപിറ്റൽ കൂടാണ്. ഈ ക്യാപിറ്റൽ കൂടുമ്പോഴാണ് നമുക്ക് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുന്നത്. ഈ ക്യാപിറ്റൽ കൂടുമ്പോൾ ഒരു ഹയർ ആയിട്ടുള്ള എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകുന്നു. അപ്പൊ ഇതാണ് ഈ ഒരു ഡയഗ്രാമിലൂടെ പറയുന്നത്. ഓക്കെ, ഈ ഒരു ഡയഗ്രാമിനെ നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എഴുതേണ്ടത് 3 kinds ഓഫ് ഗ്രോത്ത് റേറ്റ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ വാറന്റൈഡ് ഗ്രോത്ത് റേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ വാറന്റൈഡ് ഗ്രോത്ത് റേറ്റിനെ GW എന്ന് പറഞ്ഞ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചുമ്പോൾ ഒരു നോ ഇൻഡെഫിനിറ്റഡ് ഗ്രോത്ത് ആൻഡ് റെസിഷൻ എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ എക്കണോമിക്സിലെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരിക്കലും ഇൻഡെഫിനിറ്റ് അല്ല, അതായത് ലിമിറ്റഡ് അല്ല. ഓക്കെ, നമുക്കൊരിക്കലും ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തതല്ല. എത്രത്തോളം എക്കണോമിക് ഗ്രോത്ത് വരും എന്നുള്ളത് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നതാണ്. അതാണ് വാറന്റൈഡ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത് ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് ആണ്. അത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് GA. അതായത് നമ്മുടെ GDP അടിസ്ഥാനമാക്കിയിട്ടാണ് ഒരു ഇയറിൽ നമ്മുടെ GDP എത്രത്തോളം ഉണ്ട്, അവിടെയുള്ള ആ ഒരു എക്സ്പെൻഡിച്ചറും ഒക്കെ പാടെ സമ്മപ്പ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നു, അതാണ് ഒരു ഇയറിലെ ഒരു എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഒരു എക്കണോമിക് ഗ്രോത്ത് റേറ്റ് നമ്മളിവിടെ പറയുന്നത്. ആക്ച്വൽ എക്കണോമിക് ഗ്രോത്തിന്റെ ബേസിൽ ഒരു GDP, ഒരു ഇയറിലുള്ള GDP സമ്മപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു റേറ്റ് ആണ് എക്കണോമിക് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നു. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് ആണ്. ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത് GN, അതായത് എംപ്ലോയ്മെന്റ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളത്. അതായത് എംപ്ലോയ്മെന്റ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ഗ്രോത്ത് റേറ്റ് ആണ് നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് 3 രീതിയിലോട്ടുള്ള ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇവർ രണ്ടുപേരുടെ ഇക്വേഷൻസിലും കുറച്ചൊരു ഡിഫിക്കൽട്ടീസ് ഉണ്ട്. അതാണ് ഇനി ഈ ഒരു പോർഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് ഇതിന്റെ ഇക്വേഷൻ ഇത് പറയുമ്പോൾ വളരെ ബേസ് ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു ഇക്വേഷൻ ഞാൻ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇവിടെ ഫസ്റ്റ് ഹാരോഡിന്റെ കേസിൽ പറയുന്നത് ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെന്റും ചേഞ്ച് ഇൻ സേവിങ്സും ഈക്വൽ ആവണം എന്നാണ് പറയുന്നത്. അത് ഈക്വൽ ആവണ ആ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ് ഇത്. ഓക്കെ, അതായത് നമുക്ക് ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെന്റിലും ചേഞ്ച് ഇൻ സേവിങ്സും ചേഞ്ച് ഇൻ ഇൻകമും ഇതിങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, ഇത് പ്രൂവ് ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇത് എല്ലാ PDF-ലും ഡിഫറെൻ്റ് ആണ്. ഞാൻ ബേസ് ആയിട്ടുള്ള ഒരു തിയറി ജസ്റ്റ് ഒന്ന് ഡിറൈവ് ചെയ്ത് വെച്ചു എന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാം. ദെൻ നെക്സ്റ്റ് നമ്മുടെ ഡോമോറിന്റെ ഇക്വേഷൻ ആണ്. അദ്ദേഹം പറയുന്നത് G = S/C, അതായത് ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ സേവിങ്സ് ആണ്. ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് ഈ ഒരു സേവിങ്സ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ഡിവൈഡഡ് ബൈ Y എന്ന് പറയുന്ന ഇൻകം ആണ്. അതാണ് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഇതാണ് ആ ഒരു പ്രൂവ് ചെയ്യുന്ന ഇക്വേഷൻ ഇവിടെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാം. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ഡോമർ ആൻഡ് ഹാരോഡിന്റെ ആ ഒരു ഡെവലപ്മെന്റ് മോഡൽ കഴിഞ്ഞു. ഇനി നമുക്ക് 2 ഡെവലപ്മെന്റ് മോഡൽസും കൂടിയുണ്ട്. ഓക്കെ, രണ്ടാമത്തെ എക്കണോമിക് ഗ്രോത്ത് ഡെവലപ്മെന്റിന്റെ മോഡലാണ് മഹാലനോബിസ് മോഡൽ എന്ന് പറയുന്നത്. അത് 1955 കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇദ്ദേഹത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയാന്നുണ്ടെങ്കിൽ അദ്ദേഹം ജനിച്ചത് 1996 29 ജൂണിലാണ് അദ്ദേഹം ജനിച്ചത്. അപ്പൊ അദ്ദേഹം ജനിച്ച ദിവസം എന്ത് ചെയ്യുന്നു, സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേ ആയിട്ട് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് മോഡേൺ ഇന്ത്യന്റെ ഒരു ഫാദർ ആണ് അദ്ദേഹം. ഓക്കെ, അപ്പൊ അദ്ദേഹം ഇവിടെ സെക്ടർ ഡെവലപ്മെന്റ് പ്രോസസ്സാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് സെക്ടറാണ് സിംഗിൾ സെക്ടർ എന്ന് പറയുന്നത്. ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ നമ്മൾ ഈ ഗ്രോത്ത് റേറ്റ് വേരിയബിൾ ആയിട്ട് ഡിറ്റർമൈൻ ചെയ്യും എന്നാണ് ഈ ഒരു സിംഗിൾ സെക്ടറിൽ പറയുന്നത്. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഷോൺ ചെയ്യുന്നത് ആൽഫ, ബീറ്റ, പി. ആൽഫ എന്താണ് കാണിക്കുന്നത്, ഇൻവെസ്റ്റ്മെന്റ് ഉപയോഗിക്കുന്ന നെറ്റ് ഇൻകവും. അതുപോലെ തന്നെ ബീറ്റ എന്താണ് കാണിക്കുന്നത്, ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോയിൽ ഉണ്ടാകുന്ന ഇൻക്രിമെന്റുമാണ് കാണിക്കുന്നത്. പി കാണിക്കുന്നത് റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ, അതായത് ജനസംഖ്യയുടെ വളർച്ചയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു മോഡലിൽ പറയുന്നത്. ദെൻ ഇതിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഈ ഒരു ഇക്വേഷനിൽ കാണിക്കുന്ന ആൽഫ ബീറ്റ മൈനസ് പി, ഈ ഒരു സംഭവം എന്താണ്, റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് ഇൻകം അതാണ് കാണിക്കുന്നത്. അതായത് റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് ഇൻകത്തെയാണ് ഈ ഒരു ആൽഫ ബീറ്റ മൈനസ് പി എന്ന് കാണിക്കുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഒരു 10-11% എന്ത് നാഷണൽ ഇൻകം സഫിഷ്യൻറ്റ് ഗ്രോത്ത്. അതായത് നമ്മുടെ നാഷണലിലെ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു 10-11% ഇൻകമാണ് നമുക്ക് നാട്ടിൽ ഈ നാഷണലിൽ വേണ്ടത്. അങ്ങനെ 10-11% ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എക്കണോമിക് ഗ്രോത്ത് ഡെവലപ്പായി എന്ന് പറയുന്നു. ഇതാണ് സിംഗിൾ സെക്ടർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇതിൻ്റെ അസംഷൻസ് ആണ്. അതായത്
ക്ലോസ്ഡ് എക്കണോമി, അതായത് നമുക്ക് വിദേശത്ത് നിന്നോ എക്സ്പോർട്ടും ഇമ്പോർട്ടൊന്നും ഇവിടെ പറ്റൂല. ദെൻ നെക്സ്റ്റ് വരുന്നത് 2 സെക്ടർ ഡിവൈഡഡ് എക്കോണമി, അതായത് 2 സെക്ടറേക്കാണ് ഡിവൈഡ് ചെയ്തിരിക്കണു, ക്യാപിറ്റൽ ഗുഡ്സും അതുപോലെ തന്നെ കൺസ്യൂമർ ഗുഡ്സും. അതുപോലെ തന്നെ ഇവിടെ ക്യാപിറ്റൽ ഗുഡ്സോ കൺസ്യൂമർ ഗുഡ്സോ എന്ത് ചെയ്യാൻ പറ്റില്ല, ക്യാപിറ്റലിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂല. നെക്സ്റ്റ് പ്രൈസ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ഇതാണ് ഈ ഒരു മഹാലനോബിസിനെ പറ്റി പറയാനുള്ളത്. ഇത്രേ പറയാനുള്ളൂ. ബാക്കി നമുക്ക് കുറേ ഫോർത്ത് സെക്ടറും കൂടി ഉണ്ട്, നമുക്ക് അധികം ആവശ്യമില്ല. ഫുൾ ഇക്വേഷൻ അധികം അതിൽ ആവശ്യമില്ല. അപ്പോൾ ഇതാണ് ഈ ഒരു മോഡലിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് പറയുന്നത് 3ാമത്തെ ഡെവലപ്മെൻറ്റ് മോഡലാണ്, കാൽഡോർ മോഡലാണ്. അപ്പോൾ ഇത് കൊണ്ടുവന്നത് നിക്കോളാർ കാൽഡോർ ആണ്. 1957 ഇദ്ദേഹം ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു ജേണൽ ഉണ്ടായിരുന്നു. ആ ഒരു ജേണലിലൂടെയാണ് അദ്ദേഹം ഈ ഒരു മോഡൽ കൊണ്ടുവന്നിട്ടുള്ളത് 1957. അപ്പോൾ ഇദ്ദേഹം ഫോളോ ചെയ്തിട്ടുള്ളത് ഹെറോഡിയൻ ഡൈനാമിക്സും അതുപോലെ തന്നെ കെന്യൻ ടെക്നിക്സ് ഓഫ് അനാലിസിസ്. ഇതിനെ ഫോളോ ചെയ്തിട്ട് ഇതിൻ്റെ ബേസിലാണ് അദ്ദേഹം ഈ ഒരു മോഡൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു തിയറിയിൽ എന്താണ് അദ്ദേഹം പർപ്പസ്, അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് എന്തിനാണ്, ക്യാപിറ്റൽ അക്യുമുലേഷൻ, അതായത് പ്രൊഡക്ഷൻ്റെ ബേസിൽ ടെക്നിക്കൽ ഫംഗ്ഷൻ, അതായത് ടെക്നിക്കൽ ഫംഗ്ഷൻ കൂട്ടുക എന്നാലാണ് നമുക്ക് ക്യാപിറ്റൽ അക്യുമുലേഷൻ കൂടുക. അതായത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് കൂട്ടണം എന്നുള്ള ആ ഒരു ലക്ഷ്യമായിരുന്നു അദ്ദേഹം അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തത്. ക്യാപിറ്റൽ അക്യുമുലേഷൻ കൂട്ടുക, പ്രൊഡക്ഷൻ ഫംഗ്ഷൻസ് അല്ല കൂട്ടുന്നത്, മറിച്ച് ഇവിടെ നമ്മൾ ടെക്നിക്കൽ ഫംഗ്ഷൻസ് ആണ് കൂട്ടുന്നത്. ഓക്കെ, ക്യാപിറ്റൽ അക്യുമുലേഷൻ കൂട്ടുക എന്നുള്ള ലക്ഷ്യം എന്നുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആണ് അദ്ദേഹം ഈ ഒരു തിയറിയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. നെക്സ്റ്റ് ഇതിന്റെ അസംഷൻസ് ആണ് പറയുന്നത്. ഫുൾ എംപ്ലോയ്മെന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഡോമറിന്റെ ആ ഒരു മോഡലിലും എന്താണ് പറയുന്നത്, ഫുൾ എംപ്ലോയ്മെന്റ് ഇക്വിലിബ്രിയം ആണ് എന്നാണ് പറഞ്ഞിരുന്നത്. നെക്സ്റ്റ് ടെക്നിക്കൽ പ്രോഗ്രസ് ഡിപ്പെൻഡ് ഓൺ ക്യാപിറ്റൽ അക്യുമുലേഷൻ, അതായത് നമ്മുടെ ക്യാപിറ്റൽസ് എത്രത്തോളം ഉണ്ടാക്കുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ടെക്നിക്കൽ പ്രോഗ്രസ് നടക്കുന്നത്. നെക്സ്റ്റ് വേജസ് പ്ലസ് പ്രോഫിറ്റ് ഈക്വൽ ടു ഇൻകം, അതായത് ഇൻകം എങ്ങനെ കിട്ടുന്നത്, വേജസും പ്രോഫിറ്റോടെയും കൂട്ടുമ്പോഴാണ് ഇൻകം കിട്ടുക. അപ്പോൾ ഈ ഇൻകം എന്ന് പറയുമ്പോൾ നമ്മൾ ലേബറിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഇൻകമാണ് എന്ത്, വേജസ്. ക്യാപിറ്റലിന് കിട്ടുന്ന ഇൻകമാണ് എന്ത്, പ്രോഫിറ്റ്. അപ്പൊ ഈ ഒരു പ്രോഫിറ്റും വേജസും കൂട്ടുമ്പോഴാണ് ഇൻകം കിട്ടുന്നത്. അതൊരു അസംഷനാണ്. നെക്സ്റ്റ് 2 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ്, അതായത് നമ്മൾ പറഞ്ഞു എന്തപ്പോൾ പ്രൊഡക്ഷൻ ചെയ്യാൻ 2 ഫാക്ടേഴ്സ് ആണുള്ളത്. ഏതൊക്കെയായിരുന്നു, ലേബറും അതുപോലെ തന്നെ ക്യാപിറ്റലും. നെക്സ്റ്റ് പറയുന്നത് CRS ആണ്, കോൺസെപ്റ്റ് റിട്ടേൺ ടു സ്കെയിൽ, അതായത് ഓപ്പറേറ്റ് ചെയ്യണത് കോൺസെപ്റ്റ് റിട്ടേൺ ടു സ്കെയിൽ ആ ഒരു രീതിയിലോട്ടാണ്. നെക്സ്റ്റ് പറയുന്നത് ക്യാപിറ്റൽ ആൻഡ് ലേബർ കോംപ്ലിമെന്ററി. ഇവിടെ നമുക്ക് ഒരിക്കലും ക്യാപിറ്റലിന് ലേബറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റൂല. ഓക്കെ, അതായത് വേറെ ഒരാൾക്ക് വേറെ ജോലി ഒരാൾക്ക് വേറെ ജോലി അങ്ങനെ ചെയ്യാൻ പറ്റൂല. രണ്ടാൾക്കും കോംപ്ലിമെന്ററി, 2 പേരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു പ്രൊഡക്ഷൻ ഫുൾഫിൽ ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ്. ഈ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ നമ്മൾ ഓൾറെഡി 4th ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ പറയേണ്ട ഒരു ആവശ്യമില്ല, ജസ്റ്റ് അവിടെ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അസംഷൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. അതായത് വൈ എന്ന് പറയുമ്പോൾ ഇവിടെ ഇൻകം ആണ്. അതായത് ഒരു ഇൻകം എന്ന് പറയുന്നത് W+P ആണ്, അതായത് വേജ് പ്ലസ് പ്രോഫിറ്റ്. അതായത് ഒരു ലേബറിന് കിട്ടുന്ന വേജുകളും അതുപോലെ തന്നെ ഒരു ക്യാപിറ്റലിന് കിട്ടുന്ന പ്രോഫിറ്റും ഇത് രണ്ടും കൂടി കൂട്ടുമ്പോഴാണ് എന്ത്, വൈ, ഇൻകം കിട്ടുന്നത് എന്ന് പറയുന്നു. അതുപോലെ തന്നെ S=I. S എന്ന് പറയുന്നത് സേവിങ്സ് ആണ്, I എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതായത് സേവിങ്സ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റിന് തുല്യമാണ് അദ്ദേഹം പറയുന്നു. ഈ സേവിങ്സ് എങ്ങനെയൊക്കെ ഉണ്ടാകാം, അതായത് സേവിങ്സ് ഔട്ട് ഓഫ് വേജസും അതുപോലെ തന്നെ സേവിങ്സ് ഔട്ട് ഓഫ് പ്രോഫിറ്റും. അതായത് നമുക്ക് വേജസ് എന്ന് പറയുമ്പോൾ ആർക്കാണ് കിട്ടുന്നത്, ലേബേഴ്സിനാണ് വേജസ് കിട്ടുന്നത്. അവരവരുടെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഫണ്ട് എന്ത് ചെയ്യുന്നു, സേവിങ്സ്. ഇത് ഞാൻ ഈ പറയുന്ന പോലെ തന്നെ എക്സാമിന് എഴുതിയേക്കണം. കാരണം ഒരു ടൈപ്പ് ഓഫ് തിയറിയാണ്. ഇത് ജസ്റ്റ് ഒരു ഷോർട്ട് നോട്ട് ആക്കി വെച്ചേക്കാണ്. ഈ ഒരു ഷോർട്ട് നോട്ട് ഞാൻ പറയുന്ന രീതിയിൽ നമ്മൾ എലാബറേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ SW+SP=S. സേവിങ്സ് നമുക്ക് 2 രീതിയിലോട്ട് കിട്ടുന്നുണ്ട്. സേവിങ്സ് ഔട്ട് ഓഫ് വേജസ് ആയിട്ടും സേവിങ്സ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആയിട്ടും. അപ്പോൾ ഈ ഒരു സേവിങ്സ് ഔട്ട് ഓഫ് വേജസ് നമുക്ക് ലേബേഴ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നു. അവരുടെ ചെലവ് കഴിഞ്ഞതിന് ശേഷം അവരൊരു എമൗണ്ട് സേവിങ്ങിലോട്ട് വെക്കുന്നു. സേവിങ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റലിന് കിട്ടുന്ന പ്രോഫിറ്റ് ആണ്. അവരവരുടെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എമൗണ്ട് എന്ത് ചെയ്യുന്നു, സേവിങ്സിലോട്ട് വെക്കുന്നു. അങ്ങനെ നമുക്ക് സേവിങ്സ് കിട്ടും. നെക്സ്റ്റ് എന്ന് പറയുന്നത് P/Y = F/I/Y.
ഇവിടെ പി എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആണ്, അതുപോലെ തന്നെ വൈ എന്ന് പറയുന്നത് എന്താണ്, ഇൻകം ആണ്. അപ്പോൾ പി ബൈ വൈ എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് റേഷ്യോ ബിറ്റ്വീൻ ഇൻകം ആൻഡ് പ്രോഫിറ്റും, അതുപോലെ തന്നെ ഐ ബൈ വൈനെ ഡിനോട്ട് ചെയ്യുന്നത് റേഷ്യോ ബിറ്റ്വീൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഇൻകം. ഈ ഡിവൈഡ് ചിഹ്നം കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം റേഷ്യോ ആണ് അവിടെ കണക്കാക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ദെൻ ഇവിടെ വേറൊരു പറയുന്ന ഒരു ക്രൂഷ്യൽ ഒരു പോയിന്റ് എന്ന് പറയുന്നത് എസ് പി ഈസ് ഗ്രേറ്റർ ദാൻ എസ് ഡബ്ല്യു. അതായത് ഇപ്പോൾ ഈ ഒരു ക്യാപിറ്റലിലുള്ള പ്രോഫിറ്റ്, ക്യാപിറ്റൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടണം അല്ലേ. അപ്പോൾ ഈ പ്രോഫിറ്റ് ക്യാപിറ്റൽസ് ആണ് എന്ത് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് സേവിങ്സിലോട്ട് ഇടേണ്ടത്. വേജസ് അതായത് ലാബേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ആര് ചെയ്യണം, ഇവിടെയുള്ള ക്യാപിറ്റൽ അവരുടെ പ്രോഫിറ്റ് സേവിങ്സിലോട്ട് ഇടണം. കാരണം ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ എക്കണോമിക്കിൽ എന്ത് ചെയ്യുന്നു, ഒരു പ്രൊഡക്റ്റിൻ്റെ മേലിൽ എന്ത് ചെയ്യുന്നു, നല്ല പ്രൈസ് കൂട്ടുണ്ട്. ഇപ്പോൾ ഒരു ബിസിനസ് ഒരു പ്രൊഡക്റ്റിൻ്റെ മേലിൽ നല്ല പ്രൈസ് കൂട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, അവിടെയുള്ള ബിസിനസ് ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നു, നല്ല രീതിയിലോട്ടുള്ള പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. പക്ഷേ അവർ പ്രൊഡക്റ്റിൻ്റെ റേറ്റ് കൂട്ടുണ്ട്, പക്ഷെ അവിടെയുള്ള ലേബേഴ്സിന് ഒരിക്കലും അവർ എന്ത് ചെയ്ത് കൊടുക്കണില്ല, സാലറിയോ വേജോ കൂട്ടി കൊടുക്കണില്ല. അവർക്ക് അപ്പോഴും ആ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ആ ഒരു സാലറി വേജനേ ഉള്ളൂ. ഇവിടെ എമൗണ്ട് കൂടി വരുന്നത്, പ്രോഫിറ്റ് കൂടുന്നത് ആർക്കാണ്, ക്യാപിറ്റലിനാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലാബേഴ്സ് എന്ന് പറയുമ്പോൾ ആ ഒരു സമൂഹത്തിൽ എന്ത് ചെയ്യുന്നു, അപ്പോൾ അവർ സാധനങ്ങൾക്ക് വില കൂടുന്നത് കാരണം അവരുടെ കയ്യിൽ സേവിങ്സിനുള്ള എമൗണ്ട് കുറയുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, അപ്പോൾ ഇവിടെ എന്താണ്, വേജസിനേക്കാൾ കൂടുതൽ അതായത് പ്രോഫിറ്റ് ആണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നാണ് ഈ ഒരു തിയറിയിൽ, ഈ ഒരു മോഡലിൽ പറയണത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു പോയിന്റ് എന്ന് പറയുന്നത് എസ് ബൈ വൈ ആൻഡ് ഐ ബൈ വൈ. ഇവിടെ എസ് എന്ന് പറയുന്നത് പറഞ്ഞു സേവിങ്സ് ആണ്, വൈ എന്ന് പറയുന്നത് എന്തായിരുന്നു, ഇൻകമാണ്. ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ സേവിങ്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇൻകത്തിൽ ഇൻക്രീസ് ആവണത്. ഓക്കെ, നമ്മൾ ഇൻകം നമ്മളെ കയ്യിൽ നിന്നുള്ള ഇൻകത്തിൽ നിന്ന് സേവിങ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഇൻകത്തിൻ്റെ കേസിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇൻകം കൂടുക അല്ലേ. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എസ് ബൈ വൈ ആൻഡ് ഐ ബൈ വൈ. എസ് എന്ന് പറയുമ്പോൾ സേവിങ്സ് റേഷ്യോ ബൈ ഇൻകം, ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ ബൈ ഇൻകം. ഇത് രണ്ടും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുമ്പോഴാണ് അവിടെ ഒരു ഇക്വിലിബ്രിയം വരുന്നത്, ഒരു ഇക്വിലിബ്രിയം പോയിന്റ്. ഈ സേവിങ്സ് ബൈ ഇൻകമും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ ഇൻകമും ഇത് രണ്ടും കൂടി കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുമ്പോൾ ഒരു ഇക്വിലിബ്രിയം വരും. അപ്പോൾ ഈ ഒരു സംഭവമാണ് ഇദ്ദേഹം ഈ ഒരു മോഡലിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു 5th മൊഡ്യൂളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കുകൾ. അതായത് നമ്മൾ ഇൻഫ്ലേഷൻ എന്താ പറഞ്ഞു, അതുപോലെ തന്നെ GNP, GDP, അതുപോലെ തന്നെ നമ്മൾ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ചെയ്യാനുള്ള കുറച്ച് മോഡൽസും പറഞ്ഞു. അതുപോലെ സൈക്കിളും ബിസിനസ് സൈക്കിളും പറഞ്ഞു അല്ലേ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു 5th മൊഡ്യൂളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് വരുന്ന ടോപ്പിക്കുകൾ. ഓക്കെ, കഴിഞ്ഞ സിലബസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് അധികം ഈ ഒരു ഭാഗത്ത് നിന്നിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അധികം ഡീപ്പായിട്ട് പോയിട്ടില്ല. നാളെയാണ് എക്സാം. സോ അതിനനുസരിച്ചിട്ടുള്ള എല്ലാ കണ്ടൻസുകളും ഇമ്പോർട്ടൻ്റ് ഏരിയാസും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.